വലിയൊരു നമസ്കാരം. ഞാൻ മാഗി. ഞാനിപ്പോൾ റോമിലെ വളരെ ഫേമസ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായ പിയാച്ച നവോണ എന്ന് പറയുന്ന ഒരു പബ്ലിക് സ്പേസിലാണ്. നമ്മൾ കുഞ്ഞുനാൾ തുടങ്ങി ഒരുപാട് മ്യൂസിയംസ് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? റോം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ. പല തരത്തിലുള്ള അതായത് റെനസൻസ് മ്യൂസിയം ഉണ്ട്, ബറോക്ക് മ്യൂസിയം ഉണ്ട്, കണ്ടംപററി മ്യൂസിയം ഉണ്ട്, മോഡേൺ മ്യൂസിയം ഉണ്ട് എന്ന് വേണ്ട മ്യൂസിയത്തിൻ്റെ ഒരു പരമ്പര തന്നെയാണ് റോം. അത് ഓരോ മ്യൂസിയത്തിൽ പോകുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ള പേയ്മെൻ്റ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ടൈമൊക്കെ നോക്കണം. പക്ഷേ റോമിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ മ്യൂസിയം ഉണ്ട്. അതേതാണെന്നറിയാമോ? ആ ഓപ്പൺ മ്യൂസിയത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പിയാച്ച നവോണയ്ക്കുള്ള മറ്റൊരു പേരാണ് ഓപ്പൺ മ്യൂസിയം. ഞങ്ങൾ പൊതുവേ പറയുന്നത് ഇതൊരു ഓപ്പൺ മ്യൂസിയം എന്നാണ്. അതായത് 16-ാം നൂറ്റാണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ജാൻ ലോറൻസോ ബെർണീനി, ജാക്കോമോ ദെല്ല പോർത്ത, ബൊറമീനി എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കലാവിരുതാണ് ഈ പിയാച്ച നവോണയിൽ നമ്മൾ കാണുന്നത്. ഇനി ഒരു ക്രിസ്ത്യൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ സംസാരിച്ചാൽ ഈ സ്ഥലത്ത് ഞാൻ മുട്ടിന്മേൽ നിന്ന് സംസാരിക്കേണ്ടി വരും. എന്താണെന്നറിയാമോ? നമ്മൾ ഈ സഭാ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊളോസിയത്തിലാണെന്ന്. നിങ്ങൾക്കറിയാമോ? കൊളോസിയത്തിൽ അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു സ്ഥലമാണ് പിയാച്ച നവോണ. റോമിൽ ഫേമസ് ആയിട്ട് 4 പിയാച്ചയിലാണ് ക്രിസ്ത്യാനികളുടെ പീഡനങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. ഒന്ന് ഈ സ്ഥലം പിയാച്ച നവോണ, ഒന്ന് വത്തിക്കാൻ ബിൽറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം, അത് സർക്കസ് ദി നീറോ എന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് കൊളോസിയത്തിൻ്റെ അടുത്തുള്ള സർക്കസ് മാക്സിമസ്, പിന്നെ 4ാമത്തെ സർക്കസ് ആപ്പിയൻ വേയിലുള്ളതാണ്. ഈ 4 സ്ഥലങ്ങളിലാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോ സ്ഥലങ്ങളും, ഓരോ സ്റ്റാച്ചു, ഓരോ ആർട്ടിസ്റ്റിനെയും ഒക്കെ ഇപ്പോൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ പിയാച്ച നവോണയുടെ കഥ പറയട്ടെ. അതായത് ഡൊമിഷ്യൻ എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തി 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലയളവിൽ നിർമ്മിച്ച ഒരു സ്റ്റേഡിയമാണ് പിയാച്ച നവോണ. ആദ്യകാലങ്ങളിൽ പൊതുവിനോദങ്ങൾക്ക് ഉപയോഗിച്ചുവെങ്കിലും പിന്നീട് ക്രിസ്ത്യാനികളെ ശിക്ഷിക്കുന്നതിനും മർദ്ദിക്കുന്നതിനുമുള്ള ഒരു സ്ഥലമായി മാറി ഇവിടെ. ആ കാലയളവിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതിനാൽ പ്രകാശത്തിനു വേണ്ടി ക്രിസ്ത്യാനികളുടെ ദേഹത്ത് മുഴുവൻ ടാറൊഴിച്ച് കത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊല്ലുക, വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കുക, കുരിശിൽ തറയ്ക്കുക എന്നിങ്ങനെ അതിക്രൂരമായ മതമർദ്ദനത്തിനും ഇവിടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വിശുദ്ധ ആഗ്നസ് രക്തസാക്ഷിത്വം വരിച്ചത് ഇവിടെയാണ്. വിശുദ്ധ ആഗ്നസിനെ കുറിച്ചുള്ള കഥകൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിലാണ് ക്രിസ്തുമതം തഴച്ച് വളരുന്നത് എന്ന് നമ്മൾ പറയുന്നത്. 313 കോൺസ്റ്റന്റീൻ ചക്രവർത്തി ക്രിസ്തുമതം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ സ്ഥലത്ത് പല ഇന്റലക്ച്വൽ ഗെയിമും സംഘടിപ്പിച്ചു വന്നു. അങ്ങനെ ഇന്റലക്ച്വൽ ഗെയിം എന്നർത്ഥം വരുന്ന പിയാച്ച അഗോണാലിസ് എന്ന പേര് വന്നു. അഗോണാലിസിൽ നിന്ന് പിയാച്ച അവോണയായി, പിന്നീട് ഇത് പിയാച്ച നവോണയായി. റോമിലുള്ള മറ്റു സ്റ്റേഡിയങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ സ്റ്റേഡിയത്തിൽ വെറും 20,000 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. 37 ഡിഗ്രി ആംഗിളിൽ കൺസ്ട്രക്റ്റ് ചെയ്തതുകൊണ്ട് എവിടെ ഇരുന്നാലും ഏത് സീറ്റിലിരുന്നാലും ഭംഗിയായി ഇവിടുത്തെ കാഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഏകദേശം 15-ാം നൂറ്റാണ്ട് വരെ ഇതൊരു പബ്ലിക് സ്പേസ് ആയിരുന്നു. ഈ ബിൽഡിംഗ് ആണ് പംഫീലി പാലസ്. ജോവാനി ബത്തിസ്ത എന്ന് പറയുന്ന ഒരു കർദിനാൾ ഇന്നസെന്റ് 10ാമൻ മാർപ്പാപ്പയായതോടെ ഈ പിയാച്ച പംഫീലി ഫാമിലിയുടെ അധീനതയിലായി. പിന്നീട് ഇന്നസെന്റ് 10ാമൻ മാർപ്പാപ്പയാണ് ഈ സ്ഥലത്തെ ബറോക്ക് കാലഘട്ടത്തിലെ ഒരു ഓപ്പൺ മ്യൂസിയമാക്കി മാറ്റിയത്.
16-17 നൂറ്റാണ്ടിലെ ശ്രദ്ധേയരായ ജാൻ ലോറൻസോ ബെർണീനി, ജാക്കോമോ ദെല്ല പോർത്ത, മറ്റു പല ശില്പികളുടെയും വർക്കുകൾ ഇവിടെ നമുക്ക് കാണാം. ജാൻ ലോറൻസോ ബെർണീനി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഈ ഫൗണ്ടനാണ് ഈ പിയാച്ച നവോണയുടെ ഒരു മെയിൻ അട്രാക്ഷൻ. ഈ ഫൗണ്ടൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. 17 നൂറ്റാണ്ടിൽ ക്രിസ്തുമതം പ്രചരിച്ചു തുടങ്ങിയിരുന്ന 4 ഭൂഖണ്ഡങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഫൗണ്ടനാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. അക്വാവീർഗോ എന്ന അക്വഡക്റ്റ് വഴി ട്രെവി ഫൗണ്ടനിൽ എത്തുന്ന വെള്ളം അണ്ടർഗ്രൗണ്ട് പൈപ്പുകളിലൂടെ ഈ ലൊക്കാലിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് 1648 ബെർണീനിയാണ് ഈ ഫൗണ്ടൻ്റെ വർക്ക് തുടങ്ങിയത്. ഈ ഫൗണ്ടനിലെ 4 സ്റ്റാച്യൂസ് 4 ഭൂഖണ്ഡങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഈ കാണുന്ന സ്റ്റാച്യു ഏഷ്യ ഭൂഖണ്ഡത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഗംഗാ നദിയാണിത്. കയ്യിൽ ഒരു തുഴയുണ്ട്. കാരണം ഗംഗാ നദിക്ക് അധികം ആഴമില്ലാത്തതിനാൽ സുഗമമായി ഈ നദിയിൽ തുഴഞ്ഞു നീങ്ങാം. ഈ സ്റ്റാച്യു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈജിപ്തിലെ നൈൽ നദിയാണ്. അന്നത്തെ കാലത്ത് നൈലിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നൈലിന് തന്നെ നാണം വന്നിട്ട് മുഖം മറച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ. ആർക്ക് പറയാം നൈൽ നദിയുടെ ഉറവിടം എവിടെയാണെന്ന്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സ്റ്റാച്യു അമേരിക്ക ഭൂഖണ്ഡത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൗത്ത് അമേരിക്കയിലെ അർജന്റീനയിലുള്ള റിയോ ദി പ്ലാത്ത എന്ന നദിയാണ്. പ്ലാത്ത എന്നാൽ സിൽവർ എന്നർത്ഥം. പൊതുവെ ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തി അമേരിക്കയാണെന്നാണല്ലോ വെയ്പ്പ്. അതുകൊണ്ട് പുള്ളിക്കാരൻ വെള്ളി നാണയത്തിൽ ചരിഞ്ഞു കിടക്കുന്നുണ്ട്. സമ്പത്തിൻ്റെ മേൽ കിടന്നുറങ്ങുക എന്ന പ്രയോഗം വരുന്നത് ഈ സ്റ്റാച്യുവിൽ നിന്നാണ്. മുഖത്തേക്ക് നോക്കിയേ, നല്ല ഭയമുണ്ട്. ഈ സ്റ്റാച്യുവിൻ്റെ നേരെ മുകളിൽ ഒരു കുഞ്ഞു പാമ്പിനെയും കാണാം. സമ്പത്ത് പലപ്പോഴും മനസമാധാനം ഇല്ലാതാക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സ്റ്റാച്യു ഡാനൂബ് യൂറോപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. വത്തിക്കാനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ടും ആദ്യം ക്രിസ്തുമതം എല്ലാ ഭാഗത്തും എത്തിയതുകൊണ്ടും പുള്ളിക്കാരൻ മാർപ്പാപ്പയുടെ സ്ഥാനചിഹ്നത്തിൽ തൊട്ട് അല്പം പ്രൗഢിയോടെയാണ് ഇരിപ്പ്. നടുക്ക് കാണുന്ന ഈ സ്തൂപം സർക്കസ് മാസിമോയിൽ ഉണ്ടായിരുന്ന 3 സ്തൂപങ്ങളിൽ നിന്ന് എടുത്ത് വച്ചതാണ്. പ്രാചീന കാലങ്ങളിൽ സ്തൂപങ്ങൾ ഒരു വഴികാട്ടിയായി ഉപയോഗിച്ചിരുന്നു. സ്തൂപത്തിൻ്റെ മേലിൽ ഒരു പ്രാവ് കണ്ടോ? ഈ പ്രാവ് വത്തിക്കാനെ നോക്കിയാണ് ഇരിക്കുന്നത്. അന്ന് വത്തിക്കാനിൽ എത്തിച്ചേരാൻ ഗൂഗിൾ സഹായമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പരിസരവാസികളെല്ലാം ഈ പ്രാവിനെ നോക്കിയാണ് വത്തിക്കാനിൽ എത്തിച്ചേരുന്നിരുന്നത് എന്നൊരു സംസാരമുണ്ട്. ഈ സ്തൂപത്തിൽ ഈജിപ്ഷ്യൻ ലിപികളുണ്ട്. ഹൈറോഗ്ലിഫിക്സ് എന്നാണ് പറയുന്നത്. നൈൽ നദിയുടെയും ഗംഗാ നദിയുടെയും സ്റ്റാച്യുവിന് മധ്യേ ഒരു സിംഹത്തെ കാണാം. ഏഷ്യ ആഫ്രിക്കയിലെ വൈൽഡ് ലൈഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. തേരോട്ടവും കുതിരപ്പന്തയവും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഇഷ്ടവിനോദമായതിനാൽ ഒരു കുതിരയെയും നമുക്കിവിടെ കാണാം. ഈ സ്റ്റേഡിയത്തിന് ഒരു ഓവൽ ഷേപ്പാണ് കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഞങ്ങളിപ്പോൾ സൗത്ത് സൈഡിലാണുള്ളത്. ഈ സ്റ്റാച്യു ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഒരു ഇത്യോപ്യക്കാരൻ ഡോൾഫുമായിട്ട് യുദ്ധം ചെയ്യുന്നതാണ് രംഗം. ജാൻ ലോറൻസോ ബെർണീനി തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തതാണ് ഈ സ്റ്റാച്യു. ഇത് ഒറിജിനൽ അല്ല കേട്ടോ. 1874 റെസ്റ്റോറേഷൻ്റെ ഭാഗമായി ഒറിജിനൽ സ്റ്റാച്യു ബൊർഗേസെ റോമിലുള്ള ബൊർഗേസെ മ്യൂസിയത്തിലോട്ട് മാറ്റി. ഞങ്ങളിപ്പോൾ
നോർത്ത് സൈഡിലാണ് നിൽക്കുന്നത്. ഈ ഫൗണ്ടൻ ഒന്ന് ശ്രദ്ധിച്ചേ. അതിൻ്റെ നടുവിലായിട്ട് നെപ്റ്റ്യൂൺ ഒരു നീരാളിയുമായി യുദ്ധം ചെയ്യുന്നതാണ് രംഗം. ജാക്കോമോ ഗല്ലപ്പോർത്തയാണ് ആർട്ടിസ്റ്റ്. ഇതും ഒറിജിനൽ അല്ല കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലാണ്. എന്തായാലും ഈ പ്യാച്ച നവോണയിലൊന്ന് കറങ്ങി വന്നാൽ 4 ഭൂഖണ്ഡങ്ങൾ സന്ദർശിച്ച പ്രതീതിയായി, ഒരു മ്യൂസിയം സന്ദർശിച്ച പ്രതീതിയായി, സമുദ്രത്തിൽ പോയി കുറച്ച് സമുദ്ര കാഴ്ചകൾ കണ്ട പ്രതീതിയായി. ഇനി എന്ത് വേണോ അല്ലേ? ഇഷ്ടായോ? എന്തായാലും എല്ലായിടത്തും ഞങ്ങൾ കറക്കി കാണിച്ചതാണ്. ഞങ്ങൾക്ക് അപ്പോൾ ടിപ്പ് തരണം കേട്ടോ. ജാനുവരി മാസം 6-ാം തീയതി ഇവിടെ പലവിധ വിനോദങ്ങളും ഓപ്പൺ മാർക്കറ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ 2 വർഷമായി അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ പുലരുവോളം ഇവിടെ സ്ട്രീറ്റ് പെർഫോമൻസ് ഉണ്ടാകാറുണ്ട്. ബഹളം കൊണ്ട് ഉറങ്ങാനാകുന്നില്ല എന്ന സ്ഥലവാസികളുടെ കംപ്ലയിൻസ് കൊണ്ട് 2019 മുതൽ സ്ട്രീറ്റ് പെർഫോമൻസ് നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ ഹിസ്റ്ററി നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ? നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല കാറ്റ്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്. പിന്നെ തന്നെ റോമിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇത് മിക്കവാറും തന്നെ ഉപകരിക്കുമായിരിക്കും അവർക്ക്. എനിവേ, പിന്നെ യൂട്യൂബിൽ ഞാൻ തുടക്കക്കാരിയാണ്. അതിൻ്റേതായിട്ടുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമല്ലോ അല്ലേ? എനിവേ, എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ ബൈ.